നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിക്രൂരമായ കൊലപാതകം ഉത്തർപ്രദേശിൽ. മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനെ അതിക്രൂരമായി കൊലപ്പെടുത്തി ഭാര്യയും കാമുകനും. കൊലപ്പെടുത്തി 15 കഷ്ണങ്ങളാക്കിയ ശേഷം വീപ്പയിലിട്ട് സിമന്റ് നിറയ്ക്കുകയായിരുന്നു ഇവർ ചെയ്തത്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഭർത്താവ് സൗരഫിനെയാണ് ഭാര്യ ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. സൗരഫിൻ്റെ ശരീരഭാഗങ്ങൾ അടക്കം കണ്ടെത്തുകയുണ്ടായി. കഴിഞ്ഞ മാസം 28-ന് 6 വയസ്സുള്ള മകളുടെ ജന്മദിനാഘോഷത്തിന് US-ൽ നിന്നും നാട്ടിലെത്തിയതായിരുന്നു സൗരഫ് രജ്പുത്. ഭാര്യ മുസ്കാൻ റസ്തഗിയും കാമുകനായ സാഹിൽ ശുക്ലയും ചേർന്നാണ് ഇവരെ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ മുസ്കാനെയും സാഹിലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ഭാര്യയും കാമുകനും ചേർന്ന് യുവാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക ചേർത്ത് നൽകി സൗരഫിനെ അബോധാവസ്ഥയിലാക്കി പിന്നീട് കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം 15 കഷ്ണങ്ങളാക്കി വീപ്പയിലിട്ട് കോൺക്രീറ്റ് നിറച്ചു. ഈ വീപ്പ മറവ് ചെയ്യാൻ ഇവർ പദ്ധതിയിടുകയും ചെയ്തു. സൗരഫിനെ കാണാതായതോടെ ആളുകൾ അന്വേഷിച്ചു തുടങ്ങി. സൗരഫ് മണാലിയിൽ പോയിരിക്കുകയാണ് എന്നായിരുന്നു ഈ ഭാര്യ ഈ അന്വേഷിച്ച ബന്ധുക്കളോടൊക്കെ പറഞ്ഞത്. മാത്രമല്ല, ആർക്കും ഒരു സംശയം തോന്നരുതല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള വൻ പ്ലാനുകളൊക്കെ മുസ്കാൻ നടത്തി. സാഹിലിനൊപ്പം മണാലിയിൽ പോയി ചിത്രങ്ങളെടുത്ത് സൗരഫിൻ്റെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്തു. എന്നാൽ സൗരഫിനെ ഫോണിലൂടെ ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെ കുടുംബം പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മുസ്കാനെയും സാഹിലിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലാണ് അതിക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. മൃതദേഹത്തെക്കുറിച്ച് പ്രതികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിൽ വീപ്പ കണ്ടെത്തുകയും ശരീരഭാഗങ്ങൾ ഇതിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇത് സൗരഫ് തന്നെയാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം സാഹിലിനെ കാണാനും ലഹരി ഉപയോഗിക്കാനും കഴിയില്ല എന്ന 2 പേടികൾ കാരണമാണ് സൗരഫിനെ കൊലപ്പെടുത്തിയത് എന്നാണ് മുസ്കാന്റെ അമ്മയായ കവിത റസ്തോഗി പറയുന്നത്. കുടുംബവും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും ഉപേക്ഷിച്ച് മുസ്കാനോടൊപ്പം ജീവിക്കാൻ വന്ന സൗരഫിനെ കൊലപ്പെടുത്തിയ മകൾക്ക് കൊലപാതക ശിക്ഷ തന്നെ നൽകണമെന്ന് മുസ്കാന്റെ കുടുംബം ആവശ്യപ്പെട്ടു. സൗരഫിനെ കൊന്നെന്ന് മുസ്കാൻ തുറന്നു പറഞ്ഞു. സൗരഫിന് മുസ്കാനോട് അന്ധമായ സ്നേഹമായിരുന്നു. ഞങ്ങളുടെ മകളാണ് പ്രശ്നക്കാരി. അവൾ സൗരഫിനെ അവൻ്റെ കുടുംബത്തിൽ നിന്ന് അകറ്റി. അതുകൊണ്ടാണ് അവളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. അവർക്ക് നീതി കിട്ടണം. അവളെ തൂക്കിക്കൊല്ലണം. ജീവിക്കാനുള്ള അവകാശം അവൾക്കില്ല എന്നാണ് മുസ്കാന്റെ അമ്മ പറയുന്നത്. 2016-ലായിരുന്നു സൗരഫ് മുസ്കാനും തമ്മിൽ വിവാഹിതരായത്. മുസ്കാനോടൊപ്പം സമയം ചെലവിടുന്നതിന് വേണ്ടി സൗരഫ് മർച്ചന്റ് നേവിയിലെ ജോലി ഉപേക്ഷിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്നാൽ വൈകാതെ സാഹിലുമായി മുസ്കാന് ബന്ധമുള്ളതായി സൗരഫ് അറിഞ്ഞു. ഇതോടെ സ്വാഭാവികമായിട്ടും കുടുംബത്തിൽ ഇത്തരത്തിൽ ഒരു അവിഹിത ബന്ധമുണ്ട് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇവരുടെ കുടുംബത്തിൽ ഉടലെടുക്കാൻ തുടങ്ങി. പ്രശ്നങ്ങൾ തുടങ്ങി ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചിരുന്നതുമാണ്. എന്നാൽ മകളുടെ ഭാവി ആലോചിച്ച് വേർപിരിയേണ്ട എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു. 2023-ൽ സൗരഫ് വീണ്ടും ജോലിക്കായി US-ലേക്ക് പോയി. അത്തരത്തിലായിരുന്നു കാര്യങ്ങൾ. അതിനിടയിലാണ് ഈ പിറന്നാൾ ആഘോഷത്തിനായി സൗരഫ് നാട്ടിലേക്ക് വന്നതും അതിക്രൂരമായി കൊല്ലപ്പെടുകയും ചെയ്തത്. എന്തായാലും അതിക്രൂരമായ സംഭവമായി പോയി. അതേസമയം ഈ ഇടയ്ക്കാണ് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വിവാഹം കഴിഞ്ഞ 4 ദിവസം ഭാര്യയും കാമുകനും ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായത്. അഹമ്മദാബാദ് സ്വദേശിയായ ഭവിക്കാണ് ഈ ഒരു സംഭവത്തിൽ കൊല്ലപ്പെട്ടത്. ഗാന്ധിനഗർ സ്വദേശിനിയായ പായലിനെയായിരുന്നു ഭവിക് വിവാഹം കഴിച്ചത്. വിവാഹത്തിന് മുമ്പ് താൻ പ്രണയിച്ചിരുന്ന ബന്ധുവായ കൽപേഷുമായി ചേർന്ന് പായൽ ഭർത്താവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. പായലിനെ കൊണ്ടുവരുന്നതിനായി ഭവിക്ക് വീട്ടിലേക്ക് പോയിരുന്നു. ഭവിക്ക് തിരികെ വീട്ടിലെത്താതിരുന്നപ്പോൾ അന്വേഷണം നടത്തി ബന്ധുക്കൾ. തിരച്ചിലിനിടെ ഭവിക്കിന്റെ ഇരുചക്ര വാഹനം റോഡിൽ വീണ് കിടക്കുന്നത് കണ്ടു. ഇരുചക്ര വാഹനത്തിലുണ്ടായിരുന്ന ആളെ 3 പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി എന്നാണ് ചുറ്റുമുള്ള ഇത് കണ്ടുകൊണ്ട് നിന്നവർ ബന്ധുക്കളോട് പറയുകയുണ്ടായി. ഇരുചക്ര വാഹനത്തിലായിരുന്ന ഭവിക്കിനെ കാർ ഇടിപ്പിച്ച് വീഴ്ത്തിയ ശേഷമായിരുന്നു തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് പായലിന്റെ പിതാവും മറ്റ് ബന്ധുക്കളും പോലീസിനെ സമീപിക്കുകയായിരുന്നു. അന്വേഷണത്തിൽ ഭാര്യ പായലിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിലാണ് തട്ടിക്കൊണ്ടുപോയതിന്റെയും കൊലപാതകത്തിന്റെയും ചുരുളഴിഞ്ഞത്. പായലിന്റെ കാമുകൻ കൽപേഷും മറ്റ് 2 പേരും ചേർന്നാണ് ഈ കൊടും ക്രൂരത നടത്തിയത്. ഭവിക്കിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയ ശേഷം കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കൽപേഷ് പോലീസിനോട് പറഞ്ഞു. മൃതദേഹം അടുത്തുള്ള നർമ്മദ കനാലിൽ തള്ളി. കൽപേഷും പായലും പ്രണയത്തിലായിരുന്നു. പക്ഷേ വീട്ടുകാർ ഭവിക്കുമായുള്ള വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് പായൽ കാമുകനുമായി ചേർന്ന് തന്റെ ഭർത്താവിനെ കൊല്ലാൻ തീരുമാനിച്ചത്. പായൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് 3 പ്രതികളെയും പിടികൂടി ചോദ്യം ചെയ്തു. പായൽ കുറ്റം സമ്മതിച്ചു. താൻ കൽപേഷുമായി പ്രണയത്തിലായിരുന്നുവെന്നും
എന്നാൽ മാതാപിതാക്കൾ തന്നെ ഫവിക്കിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചുവെന്നും അതുകൊണ്ടാണ് ഫവിക്കിനെ കൊല്ലാൻ തീരുമാനിച്ചതെന്നുമായിരുന്നു പായൽ പോലീസിനോട് പറഞ്ഞത്. കൊലപാതക ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകൾ പ്രകാരം ഭാരതീയ ന്യായ സംഹിതയുടെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ വിവാഹത്തിന് മുമ്പ് ഒരു പ്രണയം ഉണ്ടാവുക, ആ പ്രണയം വീട്ടുകാർ സമ്മതിക്കാതെ വരിക, അപ്പോൾ മറ്റൊരു പുരുഷനുമായുള്ള വിവാഹം വീട്ടുകാർ ഉറപ്പിക്കുക, വീട്ടുകാരുടെ സമ്മർദ്ദത്തിൽ വഴങ്ങി ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വരിക, വിവാഹം കഴിഞ്ഞ ശേഷം കാമുകനുമായി വീണ്ടും ബന്ധം തുടരാനായി ഒന്നും അറിയാത്തൊരു മനുഷ്യനെ കൊലപ്പെടുത്തുക. രണ്ട് സംഭവങ്ങളും അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഗുജറാത്തിലെ ഈ സംഭവം, ഈ ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം, നിരവധി സംഭവങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്നും അറിയാത്ത ആൾക്കാരെ എന്തിനാണ് ഇത്തരത്തിലുള്ള സംഭവത്തിൽ ബലിയാടാക്കുന്നത് എന്ന ചോദ്യം ഇവിടെ ശക്തമാണ്. അതിക്രൂരമായ കൊലപാതകങ്ങൾ, അതും ഇപ്പോൾ സൗരഫിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സൗരഫ് അത് വീട്ടുകാരെയുമൊക്കെ അകറ്റി, അതായത് ഈ മുസ്കാനെ വിവാഹം ചെയ്യാൻ വേണ്ടി വീട്ടുകാരുമായി അകന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മുസ്കാൻ്റെ കുടുംബം നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് തന്നെയാണ്. കാമുകനുമായി ഒപ്പം ജീവിക്കണമെങ്കിൽ അങ്ങനെ പോയിക്കൂടെ, എന്തിനാണ് ഒരാളെ കൊലപ്പെടുത്തുന്നത് എന്ന ചോദ്യമൊക്കെ ഇവിടെ ശക്തമാണ്.